back, dear students. Let's continue our story. A shocking accident. Jerome's father had not been a very distinguished writer, but the time always seems to come after an author's death when somebody thinks it worth his while to write a letter to the Times literary supplement announcing the preparation of a biography and asking to see any letters or documents or receive anecdotes from friends of the dead man. Most of the biographies, of course, never appear. One wonders whether the whole thing may not be an obscure form of blackmail and whether many a potential writer of a biography or thesis finds the means in this way to finish his education at Kansas or Nottingham. Jerome, however, as a chartered accountant, lived far from the literary world. He did not realize how small the menace really was, or that the danger period for someone of his father's obscurity had long passed. Sometimes he rehearsed the method of recounting his father's death so as to reduce the comic element to its smallest dimensions. It would be of no use to refuse information, for in that case the biographer would undoubtedly visit his aunt, who was living to a great old age with no sign of flagging. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ജെറോമിൻ്റെ അച്ഛൻ ഒരു റൈറ്റർ കൂടിയാണെന്ന്. പക്ഷെ ഒരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് റൈറ്ററൊന്നും ആയിരുന്നില്ല. പക്ഷെ നമുക്കറിയാം ചില ആളുകൾ മരണപ്പെട്ടാൽ, പ്രത്യേകിച്ച് ചില റൈറ്റേഴ്സൊക്കെ മരണപ്പെട്ടാൽ അവരത് അത്രത്തോളം ഫേമസ് അല്ലായിരുന്നെങ്കിൽ പോലും മരണശേഷം അവരെ കുറിച്ചിട്ട് മറ്റുള്ള ആളുകളൊക്കെ എഴുതിയിട്ട് അവരൊന്നും കൂടെ ഫേമസ് ആവാറുണ്ട്. അതുപോലെ തന്നെ ജെറോമിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ചൊരു ബയോഗ്രഫി എഴുതാന്നുള്ള രീതിയിൽ കുറച്ച് റൈറ്റേഴ്സ് വരികയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ മരിച്ച ജെറോമിൻ്റെ അച്ഛനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ, കുറേ ഇൻഫോർമേഷൻസും കുറേ ലെറ്റേഴ്സും ഡോക്യുമെൻറ്റ്സും അനക്ഡോട്ട്സും ഒക്കെ ഡെഡ് മാൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു ടൈംസ് ലിറ്റററി സപ്ലിമെൻറ്റിൽ അനൗൺസ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, ബയോഗ്രഫീസ് ഒന്നും തന്നെ അപ്പിയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ പറയുന്നുണ്ട് ജെറോം ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ജെറോം എന്ന് പറഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പം ഈ ലിറ്റററി വേൾഡ് എന്നുള്ള ആ ഒരു ഇതുമായിട്ട്, അല്ലെങ്കിൽ സാഹിത്യ ലോകവുമായിട്ട് ജെറോമിന് വല്ല ബന്ധമൊന്നുമില്ല. ഹി ഈസ് ഫാർ അവേ ഫ്രം ലിറ്റററി വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജെറോം എന്ത് ചെയ്യും, എപ്പോഴും ആ ഒരു മരണത്തിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു കാര്യം അതെപ്പോഴും ഇങ്ങനെ റിഹേഴ്സ് ചെയ്യും. ഒരുപാട് വട്ടം ഇങ്ങനെ റിഹേഴ്സ് ചെയ്യും. എന്നിട്ട് റിഹേഴ്സ് ചെയ്തിട്ട് ആ ഒരു മരണത്തിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു കോമിക് എലമെൻറ്റ് തനിക്ക് പറ്റാവുന്ന രീതിയിൽ കുറക്കാനാണ് പലവട്ടം അദ്ദേഹം അങ്ങനെ റിഹേഴ്സ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പല ആളുകൾക്കും അത് കേട്ടപ്പോൾ ഒരു ആയിട്ടാണ് തോന്നിയത് അച്ഛൻ്റെ മരണ വാർത്ത. അപ്പോൾ ഇവനെന്ത് ചെയ്യാണ്, വീണ്ടും ആ ഒരു ഇൻസിഡൻറ്റ് റിഹേഴ്സ് ചെയ്തിട്ട് സ്വയം അതിൽ ആ ഒരു കോമിക് എലമെൻറ്റ് അതിൻ്റെ ഒരു സ്മോളസ്റ്റ് ഡയമെൻഷൻസിലെങ്കിലും കുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഈ ഒരു അച്ഛൻ്റെ മരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആൻറ്റിയെ സമീപിക്കും, ചില ആളുകൾ ആൻറ്റിയെ സമീപിക്കും, ജെറോമിൻ്റെ ആൻറ്റിയെ സമീപിക്കും. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, ആൻറ്റിക്കൊക്കെ ഓൾഡ് ഏജ് ആയി. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു ഫ്ലാഗിങ്, അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു സൈനും എന്താണ് ആൻറ്റിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. It seemed to Jerome that there were two possible methods. The first led gently up to the accident so that by the time it was described, the listener was so well prepared that the death came really as an anticlimax. The chief danger of Loafer in such a story was always surprise. When he rehearsed his method, Jerome began boringly enough. You know Naples and those high tenement buildings. Somebody once told me that the Napoleon always feels at home in New Year, just as a man from Turin feels at home in London, because the river runs in much the same way in both cities. Who was I? Oh yes, Naples, of course. You would be surprised in the poorer quarters what things they keep on the balconies of those skyscraping tenements, not washing, or bedding, but things like livestock, chickens, or even pigs. Of course, the pigs get no exercise whatever and fatten all the quicker. He could imagine how his hearer's eyes would have glazed by this time. I have no idea, have you, how heavy a pig can be. But these old buildings are all badly in need of repair.
A balcony on the 5th floor gave way under one of those peaks. It struck the 3rd floor balcony on its way down and sort of rejected into the street. My father was on the way to the Hydrographic Museum when the peak hit him. Coming from that height and that angle, it broke his neck. This was really a masterly attempt to make an intrinsically interested subject boring. അപ്പോൾ നമ്മൾ പറഞ്ഞു ജെറോം അച്ഛൻ്റെ ആ ഒരു മരണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായെങ്കിൽ പോലും അവൻ അത് ഒരുപാട് വട്ടം മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നത് പോലെ ഒരുപാട് വട്ടം റിഹേഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനുള്ള ഒരു കോമിക് എലമെൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആ ഒരു റിഹേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ, നേപ്പിൾസിൽ അവിടെ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബിൽഡിങ്സിൽ വലിയ വലിയ ക്വാർട്ടേഴ്സ് വെച്ചാൽ പൂറർ ക്വാർട്ടേഴ്സ് ആവും, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടാവുമല്ലോ, നല്ല ഹൈറ്റുള്ള ബിൽഡിങ്സ് ആവും. അപ്പോൾ അതിലുള്ള ബാൽക്കണീസിലൊക്കെ ഇവർ ചിക്കൻസ് അതേപോലെ പിഗ്സിനൊക്കെയാണ് വളർത്താറ്. അപ്പോൾ പിഗ്സിന് എക്സസൈസ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതെന്തായാലും അവർ തടിച്ച് കൊഴുത്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്താണ്, ഒരു പിഗ് ഇങ്ങനെ ബാൽക്കണിയൊക്കെ ബ്രേക്ക് ചെയ്ത് 5th ഫ്ലോറിൻ്റെ ബാൽക്കണിയിൽ നിന്നും വീണ് 3rd ഫ്ലോറിലെത്തി. അവിടെയൊക്കെ എന്താണ് അതും ബ്രേക്കായിട്ട് സ്ട്രീറ്റിലേക്ക് വീണു. അപ്പം എൻ്റെ അച്ഛൻ എന്തായിരുന്നു, ഹൈഡ്രോഗ്രാഫിക് മ്യൂസിയത്തിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് പിഗ് ഇങ്ങനെ അച്ഛനെ ഹിറ്റ് ചെയ്തത്. അത്രയും ഹൈറ്റിൽ നിന്ന് വരികയല്ലേ, അതെന്തോ അച്ഛൻ്റെ നെക്കിൻ്റെ അവിടെയാണ് ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ പല രീതിയിൽ ഇവൻ എന്താണ് റിഹേഴ്സ് ചെയ്യാണ്, ഈ ഒരു ഇൻസിഡൻറ്റ് റിഹേഴ്സ് ചെയ്യാണ്. അപ്പം ഇങ്ങനെയൊക്കെ റിഹേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആളുകൾക്ക് കോമിക്കായിട്ട് തോന്നുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റായി തോന്നുന്ന ഒരു കാര്യം, അച്ഛൻ്റെ മരണ വാർത്ത ആളുകൾ ഇതുവരെ അങ്ങനെയാണ് കേട്ടിരുന്നത്. അപ്പോൾ അത് എന്താണ് ഒരു ബോറിംഗ് സബ്ജക്റ്റാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ എന്താണ് ഇവനെന്താണ് ഇത് റിഹേഴ്സ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. The other method Jerome rehearsed had the virtue of brevity. My father was killed by a pig. Really? In India? No, in Italy. How interesting. I never realized there was pig sticking in Italy. Was your father keen on polo? In course of time, neither too early nor too late, rather as though in his capacity as a chartered accountant, Jerome had studied the statistics and taken the average. He became engaged to be married to a pleasant, fresh-faced girl of 25 whose father was a doctor in Pinner. Her name was Sally. Her favorite author was still Hugh Walpole, and she had adored babies ever since she had been given a doll at the age of 5 which moved its eyes and made water. Their relationship was contented rather than exciting, as became the love of a chartered accountant. It would never have done if it had interfered with the figures. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ജെറോം ഒരുപാട് തവണ എന്താണ് ഇങ്ങനെ റിഹേഴ്സ് ചെയ്ത് നോക്കാറുണ്ട് അച്ഛൻ്റെ മരണം എന്ന് പറഞ്ഞു. അപ്പോൾ പല മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ അവന് ബ്രേവിറ്റി സൂചിപ്പിച്ച് അല്ലെങ്കിൽ ബ്രേവിറ്റി ആയിട്ടുള്ള രീതിയിൽ ആ ഇൻസിഡൻറ്റിനെ വിവരിക്കും. എൻ്റെ അച്ഛന് പിഗ് വീണിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ പിഗാണ് കിൽ ചെയ്തത് എന്നുള്ള രീതിയിൽ, മൈ ഫാദർ വാസ് കിൽഡ് ബൈ എ പിഗ് എന്നുള്ള രീതിയിൽ വളരെ ബ്രേവിറ്റിയോട് കൂടി ആ ഒരു ഇൻസിഡൻറ്റിനെ വിവരിക്കും. അപ്പോൾ തിരിച്ച ആൾ ചോദിക്കും, കേൾക്കുന്ന ആൾ ചോദിക്കും, ആണോ ഇന്ത്യയിൽ വെച്ചാണോ എന്ന് ചോദിക്കും. അല്ല, ഇറ്റലിയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞ് അച്ഛൻ്റെ ആ ഒരു മരണത്തിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റ് എന്താണ് ബ്രേവിറ്റി രീതിയിൽ, വിഷ്യൂ ഓഫ് ബ്രേവിറ്റി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്, അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടും റിഹേഴ്സ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അച്ഛൻ അച്ഛന് മരണശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ജെറോം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പിന്നീട് ഒരു പെൺകുട്ടിയുമായിട്ട് എൻഗേജ്ഡ് ആവുകയാണ്. അപ്പോൾ എൻഗേജ്ഡ് ആവുക എന്ന് പറയുമ്പം ആ ഒരു പെൺകുട്ടിക്ക് ഇവിടെ പറയുന്നുണ്ട് ഏകദേശം 25 വയസ്സാണ്, നല്ല പ്ലസൻറ്റ് ഫ്രഷ് ഫേസ്ഡ് ഗേളാണ്. പെൺകുട്ടിയുടെ അച്ഛന് ഡോക്ടറാണ്, പിന്നറിൽ ഡോക്ടറാണ്. ഈ പെൺകുട്ടിയുടെ പേര് സാലി എന്നാണ് പറയുന്നത്. സാലിയുടെ ഫേവറേറ്റ് ഓഥർ ആരാണ്? ഹ്യൂജ് വാൽപോളാണ്. പിന്നെ ഇവൾക്ക് എന്ന് പറഞ്ഞാൽ ബേബീസിനൊക്കെ വളരെ ഇഷ്ടമാണ്. അവളുടെ 5ാമത്തെ വയസ്സിൽ അവൾക്കൊരു ഡോൾ ഉണ്ടായിരുന്നു. അന്ന് കൊടുത്തൊരു ഡോളുണ്ട്. ആ ഒരു ഡോളിൻ്റെ ഐസ് ഒക്കെ ആ ഒരു ഡോൾ മൂവ് ചെയ്യും, അതുപോലെ വെള്ളം വരുത്തും, ആ ഐസിൽ വെള്ളം വരുത്തും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഡോളിനെ കുറിച്ചിട്ടൊക്കെ, സാലിയുടെ ഡോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
പിന്നെ ജെറോമിൻ്റെയും സാലിയുടെയും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എക്സൈറ്റഡ് എന്നുള്ള ഇതിനേക്കാളും ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. One thought worried Jerome, however. Now that within a year he might himself become a father, his love for the dead man increased. He realized what affection had gone into the picture postcards. He felt a longing to protect his memory, and uncertain whether this great love of his would survive if Sally was so insensitive as to love when she heard the story of his father's death. Inevitably, she would hear it when Jerome brought her to dinner with his aunt. Several times he tried to tell her himself, as she was naturally anxious to know all she could that concerned him. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? One thought worried Jerome now, however, now that within a year he might himself become a father. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ ജെറോം ഒരു അച്ഛനാവാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ജെറോമിൻ്റെ ചിന്തകളിൽ അച്ഛൻ്റെ മരണപ്പെട്ടു പോയ അച്ഛനോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു എഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫെക്ഷൻ എന്താണ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവന് കരുതുകയാണ് ഇപ്പോൾ തൻ്റെ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ താനും സാലിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ അതിനെ സർവൈവ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതുവരെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള ആ ഒരു ഡെത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഇതുവരെയും ശരിക്കും അവളുടെ അടുത്ത് ക്ലിയറായി പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറി കേട്ടാൽ അവളും ചിരിക്കുമോ എന്നുള്ള ഒരു ഭയം ആർക്കുണ്ട്? ജെറോമിനുണ്ട്. അപ്പോൾ ആ ഒരു ഭയം അവൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അടുത്തുള്ള ആ ഒരു റിലേഷൻ എന്താണ് ഒരു അർത്ഥമില്ലാത്ത രീതിയിലായി മാറും. അവൾ സ്നേഹിക്കാൻ ചിലപ്പം കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം എന്തായാലും ജെറോം ഈ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇവളെ ഡിന്നറിന് കൊണ്ടുപോകും. ആ സമയം എന്തായാലും ആൻറ്റി ഇവളെടുത്ത് പറയും. അപ്പോൾ അതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നുള്ളൊരു ഭയം ആർക്കുണ്ട്? ജെറോമിനുണ്ട്. ഒരുപാട് തവണ ഇവളെടുത്ത് സാലിയുടെ അടുത്ത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ജെറോം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇതുവരെയും എന്താണ് അത് അയാൾക്ക് അത് പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഫുള്ളായിട്ട് അത് ക്ലിയർ ആയിട്ട് പറയാൻ ഇതുവരെ എന്താണ് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സാലിക്കാണെങ്കിലോ നാച്ചുറലി അവൾ വളരെ ആൻഷ്യസ് ആണ്. ജെറോമിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ആൻഷ്യസ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി ആർക്കുണ്ട്? സാലിക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സാലി ഇങ്ങനെ പറയാറുണ്ട്, യു ആർ വെരി സ്മോൾ വെൻ യുവർ ഫാദർ ഡൈ. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ ചെറുതായിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ജെറോം പറയും ജസ്റ്റ് 9, അത് ഏകദേശം 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പുവർ ലിറ്റിൽ ബോയ് ഷീ സെഡ്. അപ്പം ആ ഒരു പുവർ ലിറ്റിൽ ബോയ്, ഐ വാസ് അറ്റ് സ്കൂൾ, ദേ ബ്രോക്ക് ദ ന്യൂസ് ടു മീ. അപ്പം ജെറോം പറയും ഞാൻ സ്കൂളിലായിരുന്നു ഈ ഒരു വാർത്ത അറിയുമ്പോൾ. ഡിഡ് യു ടേക്ക് ഇറ്റ് വെരി ഹാർഡ്? അപ്പോൾ നിങ്ങൾക്കത് കേട്ടപ്പോൾ വലിയ പ്രയാസം തോന്നിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെറോം പറയും എനിക്കതൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. യു നെവർ ടോൾ മീ ഹൗ ഇറ്റ് ഹാപ്പൻ. നിങ്ങൾ ഇതുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ജെറോം പറയും ഇറ്റ് വാസ് വെരി സഡൻ, എ സ്ട്രീറ്റ് ആക്സിഡൻറ്റ്. അത് പെട്ടെന്നായിരുന്നു, ഒരു സ്ട്രീറ്റ് ആക്സിഡൻ്റ് ആയിരുന്നു. ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് പിഗ് വീണിട്ടാണ് മരിച്ചതെന്നൊന്നും ഇതുവരെ സാലി എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. You will never drive fast, will you, Jemmy? She had begun to call him Jemmy. It was too late then to try the second method, the one he thought of as the pig-sticking one. അപ്പം ഇതൊക്കെ കേട്ടിട്ട് സ്ട്രീറ്റ് ആക്സിഡൻ്റ് ആണെന്നൊക്കെ കേൾക്കുമ്പോൾ സാലി പറയും നിങ്ങൾ ഒരിക്കലും ഫാസ്റ്റായിട്ട് ഡ്രൈവ് ചെയ്യരുത് എന്ന് ജെമ്മി എന്നാണ് പറയുക. ജെറോമിനെ ജെമ്മി എന്നാണ് സാലി വിളിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് അവർ ഡിസ്കസ്, അല്ലെങ്കിൽ അവർ അങ്ങനെയൊക്കെയാണ് അവർ മരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ, അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്. They were going to marry quietly in a registry office and have their honeymoon at Torquay. He avoided taking her to see his aunt until a week before the wedding. But then the night came and he could not have told himself whether his apprehension was more for his father's memory or the security of his own love. The moment came all too soon. Is that Jemmy's father? Sally asked, picking up the portrait of the man with the umbrella. അപ്പോൾ ഇവരുടെ മാരേജ് ആവാനായിട്ടുണ്ട്. രജിസ്ട്രി ഓഫീസിൽ വെച്ചിട്ടാണ് മാരേജ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹണിമൂണിന് തോർക്കയിൽ വെച്ചിട്ടാണ് എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം
ഈ ഒരു മാരേജിൻ്റെ ആ ഒരു ആഴ്ച മുന്നേ മാത്രമാണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇയാൾ ഇവളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ ഒരു ദിവസം എത്തുകയാണ്. ആ ഒരു ദിവസം എത്തി, അല്ലെങ്കിൽ ആ ഒരു നിമിഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ജെമ്മിയുടെ ഫാദർ അല്ലെങ്കിൽ ജെറോമിൻ്റെ ഫാദർ അവൻ്റെ അച്ഛൻ്റെ ആ ഒരു പോർട്രേറ്റ് കണ്ടിട്ട്, അംബ്രല്ല പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കണ്ടിട്ട് സാലി ചോദിക്കുകയാണ്, അത് ജെമ്മിയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ്, യെസ് ഡിയർ, ഹൗ ഡിഡ് യു ഗസ്, അതെ നിനക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, ഹി ഹാസ് ജെമ്മീസ് ഐസ് ആൻഡ് ബ്രോ, ഹാസ് ജെറോം ലെൻ യു ഹിസ് ബുക്സ് നോ. അപ്പം പറയും, എനിക്കത് മനസ്സിലായി, കാരണം ജെമ്മിയുടെ ഐസും ബ്രോസും ഒക്കെ അച്ഛനക്കും ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആൻറ്റി ചോദിക്കും, നിനക്ക് ജെറോം അവരുടെ ബുക്ക് അല്ലെങ്കിൽ അച്ഛൻ്റെ ബുക്ക് വായിക്കാൻ തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ബുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നോ എന്നാണ് റിപ്ലൈ കൊടുക്കുക. I will give you a set for your wedding. He wrote so tenderly about his travels. My own favorite is nooks and crannies. He would have had a great future. It made that shocking accident all the worse. വാൻഡി പറയും, ഞാൻ എന്തായാലും നിങ്ങളുടെ വെഡ്ഡിങ്ങിന് അത് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ അതൊരു സെറ്റ് നിങ്ങൾക്ക് വെഡ്ഡിങ്ങിന് ഞാൻ തരും, നിനക്ക് തരും എന്ന് പറയും. പിന്നെ പറയും, അച്ഛൻ വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ട്രാവൽസിനെ കുറിച്ച് എഴുതുമായിരുന്നു. എൻ്റെ ഓൺ ഫേവറേറ്റ് ബുക്ക് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബുക്ക് നോക്സ് ആൻഡ് ക്രാനീസ് ആണ്. അച്ഛൻ എഴുതിയ എന്ന് വെച്ചാൽ ജെറോമിൻ്റെ അച്ഛൻ എഴുതിയ ബുക്കുകളിൽ എൻ്റെ ഫേവറേറ്റ് നോക്സ് ആൻഡ് ക്രാനീസ് ആണെന്ന് ആൻറ്റി സാലിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, അവൻ്റെ അച്ഛനക്ക് നല്ലൊരു ഭാവി ഉണ്ടാതായിരുന്നു, പക്ഷേ ആ ഒരു നല്ലൊരു ഭാവി ആ ഒരു ഷോക്കിംഗ് ആക്സിഡൻറ്റിലൂടെ എല്ലാം എന്താണ് ഇല്ലാതായി, അല്ലെങ്കിൽ ആ ഒരു ഷോക്കിംഗ് ആക്സിഡൻറ്റ് എല്ലാ കാര്യങ്ങളും മോശമാക്കി മാറ്റി എന്ന് പറയും. അപ്പോൾ നമ്മുടെ സാലി പറയും, യെസ്, ജെറോം ലോങ് ടു ലീവ് ദ റൂം ആൻഡ് നോട്ട് സീ ദാറ്റ് ലൗഡ് ഫേസ് സ്ക്രിങ്കിൾ വിത്ത് ഇറസിസ്റ്റബിൾ അമ്യൂസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ജെറോം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കോൺവെർസേഷനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജെറോം വേഗം തന്നെ ആ ഒരു റൂം വിട്ട് പോവുകയാണ്. കാരണം അയാൾക്കൊരിക്കലും എന്താണ്, താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി സാലിയുടെ ആ ഒരു ഫേസിൽ ആ ഒരു അമ്യൂസ്മെൻറ്റ്, ഇനി ആ കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള വാർത്ത കേൾക്കാൻ പോകുമ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു അമ്യൂസ്മെൻറ്റ് അവളുടെ മുഖത്ത് കാണാൻ എന്താണ് നമ്മുടെ ജെറോമിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ വേഗം ആ റൂം ലീവ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആൻറ്റി സാലിയുടെ അടുത്ത് കണ്ടിന്യൂ ചെയ്യാണ് ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മരണത്തെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാണ്. I had so many letters from his readers after the pig fell on him. എനിക്കൊരുപാട് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റീഡേഴ്സിൻ്റെ, ജെറോമിൻ്റെ അച്ഛൻ്റെ റീഡേഴ്സിൻ്റെ ഒരുപാട് ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു പിഗ് അദ്ദേഹത്തിൻ്റെ മേൽ വീണ് അദ്ദേഹം മരിച്ചതിന് ശേഷം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ സാലി ഈ കാര്യം അറിയുന്നത്, പിഗ് ഫെൽ ചെയ്തിട്ടാണ് അച്ഛൻ മരിച്ചതെന്ന്. She had never been so abrupt before and then the miracle happened. പക്ഷേ ആ ഒരു മിറാക്കിൾ സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ സാലി ഡിഡ് നോട്ട് ലവ്, സാലി ചിരിച്ചില്ല. ഈ ഒരു കാര്യം കേട്ടിട്ടും സാലി ചിരിച്ചില്ല. ഇതാദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതുവരെ ഈ ഒരു കാര്യം പറഞ്ഞ എല്ലാവരും തന്നെ ഒരു പരിഹാസം അല്ലെങ്കിൽ ആ ഒരു അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് അവരുടെ ഫേസിലൊക്കെ തന്നെ കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഒരിക്കലും എന്താണ് സാലി ചിരിച്ചില്ല. Sally sat with open eyes of horror while his aunt told her the story. And at the end, how horrible, Sally said. It makes you think, doesn't it? Happening like that out of a clear sky. അപ്പോൾ ഇവിടെ സാലി എന്താണ് ഈ ഒരു കാര്യം കേൾക്കുന്നത് വളരെ ഹൊററോട് കൂടി ഓപ്പൺ ഐസോട് കൂടിയൊക്കെയാണ് ഈ ഒരു സ്റ്റോറി ആൻറ്റി പറയുമ്പം സാലിയുടെ എക്സ്പ്രഷൻ അങ്ങനെയായിരുന്നു. എന്നിട്ട് അവസാനം പറയുന്നതും ഹൗ ഹൊറിബിൾ എന്നാണ്. അപ്പോൾ ഹൗ ഹൊറിബിൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഹൊറർ ഇൻസിഡൻറ്റ് എന്നുള്ള രീതിയിലാണ് അവൾ അതിനെ നോക്കിക്കണ്ടത്. Jerome's heart sang with joy. It was as though she had appeased his fear forever. In the taxi going home, he kissed her with more passion than he had ever shown, and she returned it. There were babies in her pale blue ripples, babies that rolled their eyes and made water. അപ്പം എല്ലാം ഒരു ഹൊററോട് കൂടി കണ്ട സാലി അല്ലെങ്കിൽ ചിരിക്കാതെ എല്ലാം കേട്ട ആ ഒരു സാലിയെ കണ്ടപ്പോൾ ജെറോമിന് തൻ്റെ ഹൃദയം എന്താണെന്ന് വെച്ചാൽ ജെറോമിൻ്റെ ആ ഒരു സന്തോഷം എന്താണ് വളരെ ഹാപ്പിയായി ജെറോമിന്. കാരണം ഇതുവരെ ഈ ഒരു കാര്യം കേട്ട് എല്ലാവരും ഒരു പരിഹാസത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ സാലി അതിനെ റിയാക്ട് ചെയ്തപ്പോൾ എന്താണ് ജെറോംസ് ഹാഡ് സാങ് വിത്ത് ജോയ്. ജെറോമിന് വളരെയധികം സന്തോഷമാണ് തോന്നുന്നത്.
അവനക്ക് എല്ലാ ഭയവും തന്നെ എന്താണ് അവൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അവൻ്റെ ആ ഭയം മുഴുവൻ എന്താണ് അവൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അങ്ങനെ ടാക്സിയിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഹി കിസ്ഡ് ഹർ വിത്ത് മോർ പാഷൻ ദാൻ ഹി ഹാഡ് എവർ ഷോൺ ആൻഡ് ഷീ റിട്ടേൺ ഇറ്റ്. ഇതുവരെ കാണിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു സ്നേഹം കാണിച്ച് അവൻ അവളെ കിസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളുടെ കണ്ണുകളിൽ അല്ലെങ്കിൽ ദ വർക്ക് ബേബീസ് ഇൻ ഹർ പെയിൽ ബ്ലൂ പിപ്പിൾസ്. അപ്പം അവൾക്ക് ഒരു ഡോൾസും കാര്യങ്ങളോടും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, ബേബീസിൻ്റെ അടുത്തൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഡോൾസിൻ്റെ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കണ്ണുകളിലും ഒക്കെ ആ ഒരു തിളക്കം അല്ലെങ്കിൽ അവളുടെ കണ്ണുകളിലും ആ ഒരു ഇത് ഇവൾക്ക് അല്ലെങ്കിൽ ജെറോമിന് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എ വീക്ക് ടുഡേ ജെറോം സെഡ് ആൻഡ് ഷീ സ്ക്യൂസ്ഡ് ഹിസ് ഹാൻഡ്. പെന്നി ഫോർ യുവർ തോട്ട്സ് മൈ ഡാർലിംഗ്. I was wondering, Sally said, what happened to the poor pig? They almost certainly had it for dinner. Jerome sat happily and kissed the dear child again. അങ്ങനെ സാലിയും അന്ന് ജെറോം ചോദിച്ച പോലെ തന്നെ ചോദിക്കുകയാണ്, എന്ത് സംഭവിച്ചു ആ പുവർ പിഗിന്? അങ്ങനെ ജെറോം ഒരിക്കൽ ചോദിച്ചിരുന്നു അല്ലേ, ഫസ്റ്റായിട്ട് ആ ഒരു കാര്യം കേട്ട ഉടനെ, അച്ഛൻ്റെ മരണം കേട്ട ഉടനെ ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ സാലിയും ചോദിക്കുകയാണ്. അപ്പോൾ ജെറോം സന്തോഷത്തോടു കൂടി അവളെ കിസ് ചെയ്തുകൊണ്ട് എന്താ പറയുന്നത്, ദേ ആൾമോസ്റ്റ് സെർട്ടൻലി ഹാഡ് ഇറ്റ് ഫോർ ഡിന്നർ. അത് മിക്കവാറും അവരെന്താണ് ഡിന്നറിന് എടുത്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സസൈസസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.